ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിവേഗവും കാര്യക്ഷമവുമായ നീതിന്യായ സംവിധാനം മികച്ച ഭരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ ഒരു മാസത്തിനകം സ്കൂളുകളുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിമല അച്ചൻകോവിൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങൾ ഒരേ ശബ്ദത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമത് വോയ്സ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തുമായി സഹകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനും പ്രധാനമന്ത്രി ഊന്നൽ നൽകി. വ്യാപാരം, സമഗ്ര വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പുരോഗതി, സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മൂന്നാമത് വോയ്സ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യമരുളുന്നത്. അതിവേഗവും കാര്യക്ഷമവുമായ നീതിന്യായ സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൌൺസിലർമാരുടെ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം നീതി ഉറപ്പാക്കുക എന്നത് ഓരോ പൌരന്റെയും മൌലിക അവകാശമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ഹൈക്കോടതിയിലെ പുതിയ ആർബിട്രേഷൻ സെന്റർ ശ്രീ മേഘ്വാൾ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. ഡോക്ടർമാർ OP ഡ്യൂട്ടി ബഹിഷ്കരിച്ചാണ് സമരം ചെയ്യുന്നത്. സമരത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും രോഗികൾ ബുദ്ധിമുട്ടിലായി. OPയിലും നേരത്തെ നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയകൾക്കും മതിയായ ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിലെ സേവനം തുടരുന്നുണ്ട്. അതേസമയം രാവിലെ മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധ സമരം IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം നാളെ രാവിലെ 6 മണിവരെ തുടരും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരു മാസത്തിനകം സ്കൂളുകളുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേപ്പാടി സ്കൂളിൽ അധിക സൌകര്യം ഏർപ്പെടുത്തും. 16 പുതിയ ക്ലാസുകൾക്ക് സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. KSRTCക്ക് സംസ്ഥാന സർക്കാർ 91.53 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിൽ 71.53 കോടി രൂപ പെൻഷൻ വിതരണത്തിന് എടുത്ത വായ്പയുടെ തിരിച്ചടവിനാണ് നൽകിയത്. 20 കോടി രൂപ സഹായവും നൽകി. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി KSRTC എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ന് പൊന്നിൻ ചിങ്ങം. മലയാളികൾക്ക് ഈ ദിവസം പുതുവർഷ ആരംഭവും കർഷക ദിനവും കൂടിയാണ്. ഒരു റിപ്പോർട്ട്. കർക്കടകത്തിന്റെ വറുതിയിൽ നിന്ന് പ്രതീക്ഷകളോടെയാണ് ഓരോ മലയാളിയും ചിങ്ങമാസത്തെ വരവേൽക്കുന്നത്. ഓണനാളിനായുള്ള കാത്തിരിപ്പിനുമാണ് തുടക്കമാകുന്നത്. ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയാണിത്. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. കർഷകന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുലരി കൂടിയാണിത്. നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്തുത്സവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടി ചിങ്ങമാസം സമ്മാനിക്കുന്നു. കാലം തെറ്റിപ്പെയ്ത പേമാരിയുടെയും ഉരുൾപൊട്ടലിന്റെയും ആഘാതത്തിൽ നിന്നുള്ള അതിജീവനം കൂടിയാകട്ടെ ഈ പൊന്നിൻ ചിങ്ങം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും 2023 കർഷക അവാർഡ് വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൃഷി വകുപ്പിന്റെ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ കതിർ ആപ്പിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. നിയമസഭാ കോംപ്ലക്സിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും.
കർഷകർക്ക് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന സംയോജിത സംവിധാനമാണ് കതിർ വെബ് പോർട്ടലും മൊബൈൽ ആപ്പും. സംസ്ഥാനത്ത് കാർഷിക മൂല്യവർദ്ധനവും വിപണനവും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ നേതൃത്വത്തിൽ കാപ്കോ പ്രദർശന കേന്ദ്രവും അഗ്രി പാർക്കും സജ്ജമാകുന്നു. ഇതിനായി തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റ് കോമ്പൌണ്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രദർശനവും വിൽപ്പനയും നടത്തുന്നതിനുള്ള സൌകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ചിങ്ങപ്പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ലക്ഷാർച്ചന നടക്കും. സന്നിധാനത്തെ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം മാറ്റുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ഭസ്മക്കുളത്തിലേക്ക് മാലിന്യം ഒഴുകിവരുന്ന അവസ്ഥയുള്ളതിനാലാണ് തീരുമാനം. ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കുന്നതെവിടെ എന്ന കാര്യത്തിൽ നാളെ തീരുമാനമാകും. ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കോടിയർച്ചന സമാപിച്ചു. 27 ദിവസം നീണ്ടുനിന്ന പരിപാടി ലക്ഷദീപത്തോടെയാണ് സമാപിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് 840 രൂപ കൂടി 53,360 രൂപയായി. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 6,670 രൂപയാണ് വില. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മണിമല അച്ചൻകോവിൽ നദികളുടെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നദിക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. ഒരാളെ കാണാതായി. അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. വള്ളത്തിൽ 5 തെങ്ങ് സ്വദേശികളായ 4 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. തൊടുപുഴയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളി വികാരിയുടെ കാർ നാട്ടുകാരുടെ സഹായത്തോടെ കരക്കെത്തിച്ചു. ഫാദർ ജേക്കബ് വാട്ടപ്പിള്ളിയുടെ കാറാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടത്. കാറിനുള്ളിലുണ്ടായിരുന്ന വൈദികനെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആലപ്പുഴയിൽ ക്ഷേത്ര ദർശനത്തിന് പോയ സ്ത്രീകൾ സഞ്ചരിച്ച ഓട്ടോയിൽ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. കരുവാറ്റ സ്വദേശി ലതയാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെ ദേശീയപാതയിൽ പുറക്കാട് മാത്തേരി ഭാഗത്തായിരുന്നു അപകടം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിൽ തിരികെ എത്തിയ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഊഷ്മള വരവേൽപ്പ് നൽകി ആരാധകർ. വിനേഷിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോ വിഭാഗത്തിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് കായിക തർക്ക പരിഹാര കോടതി അപ്പീൽ വിധിക്കായി പാരീസിൽ തുടരുകയായിരുന്നു. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സ്ഥലം അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ അനുമതി. അഴിമതി നിരോധന നിയമപ്രകാരം ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടാണ് വിചാരണയ്ക്ക് അനുമതി നൽകിയത്. TJ എബ്രഹാം, പ്രദീപ്, സ്നേഹമായി കൃഷ്ണ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വടക്കൻ മേഖല ഫയൽ അദാലത്ത് കോഴിക്കോട് നടക്കാവ് GVHSS ഫോർ ഗേൾസിൽ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. അദാലത്തിൽ 1780 അപേക്ഷകളാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 113ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറം വഴിയോ ഈ മാസം 23 വരെ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിവേഗവും കാര്യക്ഷമവുമായ നീതിന്യായ സംവിധാനം മികച്ച ഭരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. കർഷക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ 1 മാസത്തിനകം സ്കൂളുകളുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
മണിമല അച്ചൻകോവിൽ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.